ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉദയചന്ദ്ര, പ്രാർത്ഥനാ ഹാളിൽ കുറെ ലൈറ്റുകളൊക്കെ കേടായി കിടക്കുകയല്ലേ? അതൊക്കെ ഇയാളെ ഒന്ന് ഏൽപ്പിക്കും. ഇയാളുടെ കഴിവെന്താണെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുമല്ലോ. ഉദയേന്ദ്ര, പ്രാർത്ഥനാ ഹാളിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടുത്തെ കാര്യങ്ങൾ നേരാവണ്ണം നോക്കുക. അത് ശരിയാക്കാൻ തനിക്ക് സാധിച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല. അഥവാ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഐഡന്റിറ്റി കാർഡും ഡീറ്റെയിൽസുകളും എല്ലാം ഓഫീസിൽ കൊടുക്കണം. ചെല്ലു. നിൽക്കൂ. പേര്? വരുൺ. ചെല്ലു. ശരി സ്വാമി. ഇവിടെ ഉണ്ടായിരുന്ന ആള് മോശമൊന്നും അല്ലായിരുന്നു. പിന്നെന്താ അയാള് പോയത്? ആശ്രമത്തിലെ ചിട്ടവട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലോ. താങ്കൾ ചെറുപ്പമാണ്, ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്വാമി. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. ലൈറ്റുകളും ഫാനുകളും എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുക. 2 or 3 തവണ അയാൾ ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ്. ഇവിടത്തെ മൊത്തം വയറിങ്ങും മാറ്റേണ്ടി വരുമെന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. എന്തായാലും താങ്കളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആരെങ്കിലും സഹായത്തിന് വേണ്ടതുണ്ട്? ആരും വേണ്ട, ആരും വേണ്ട, വേണ്ട വേണ്ട. എനിക്ക് ഈ ജോലിയിൽ ഏകാഗ്രത കിട്ടണമെങ്കിലേ തനിച്ച് നിന്നാലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് ആരും ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ സന്തോഷം. അത് തികഞ്ഞ ആത്മവിശ്വാസ. എങ്കിൽ പിന്നെ നടക്കട്ടെ. ആത്മവിശ്വാസം ഇതൊക്കെ ഏത് കാലത്ത് കേടായി കിടക്കുന്നതാണാവോ? മുത്തശ്ശി പറഞ്ഞ ധൈര്യത്തിൽ വേഷം കിട്ടിയത്. ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. എന്റെ കൃഷ്ണ, രാധികയും ഞാനും തമ്മിലുള്ള പ്രണയം ഭഗവാന്റെ തീരുമാനങ്ങളിലുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. എന്നെ ഒന്ന് സഹായിക്കണം. ഇതാണോ പ്രാർത്ഥനാ മുറി? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനാലയം. പക്ഷേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് പ്രാർത്ഥന നടക്കുന്നത് വേറൊരിടത്താ. അല്ല, ഇത് നല്ല ഇടാണല്ലോ. പിന്നെന്താ? വേറൊന്നും കൊണ്ടല്ല, ഇതിലെ ഇലക്ട്രിക് വർക്കൊക്കെ താറുമാറായി കിടക്കുക. അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഞാനിനി പൂജാമുറിയും മറ്റും കാണിച്ചു തരാം. വരും.